അൽഹംദുലില്ലാ മാഷാ അല്ലാ. അങ്ങനെ നമ്മളിന്നൊരു പുതിയ കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വന്നത്. പുതിയ കറി പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ എനിക്കറിയില്ല. ഞാനിത് പിന്നെ ഉണ്ടാക്കട്ടെ. കഞ്ഞിത്തൂവ അറിയിട്ടോ, താളിപ്പാണ്. കഞ്ഞിത്തൂവ ചൊറിയണം ഒക്കെ പറയും ചില നാട്ടിൽ കൂടെ. ഞങ്ങൾ കഞ്ഞിത്തൂവ എന്നാണ് പറയല്. അപ്പോൾ അത് നുള്ളിങ്ങാണ്ട് മീൻസ് പറിച്ചുങ്ങാണ്ട് അതിൻ്റെ ഇല പറിച്ചുങ്ങാണ്ട് അത് പിന്നെ നല്ലോണം കഴുകിങ്ങാണ്ട് 5-6 പ്രാവശ്യം കഴുകിക്കണം കേട്ടോ. ഞാനൊരു കൊട്ടയ്ക്ക് ഊറ്റി വെച്ചേക്കാണ് കേട്ടോ. ഇത് ഞാൻ അതിൻ്റെ മുന്നേ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിനി. ഉള്ളി അരിഞ്ഞുങ്ങാണ്ട് ഒരു 2 മുളക് ഇട്ടുങ്ങാണ്ട് പിന്നെ ചെറിയ ഉള്ളിയിൽ തൂമിക്കുക. എന്നിട്ട് കഞ്ഞിവെള്ളം പാരുക. ആ കഞ്ഞിവെള്ളം പറഞ്ഞാണ്ട് തിളച്ച് വരുമ്പോഴേക്ക് അതിൽ ലേശം ഉപ്പ് ഇട്ടുങ്ങാണ്ട് പിന്നെ ഈ ഇല ഇട്ടുങ്ങാണ്ട് ഒറ്റ തളയെ തിളക്കാൻ പാടുള്ളൂ കേട്ടോ. അധികം വേവൊന്നുമില്ല ഇതിന്. അധികം നല്ല വേവന്നല്ല. ഞാൻ വീഡിയോ ഓഫാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ആ ഒരൊറ്റ തള കണ്ടോ ഇങ്ങനെ തിളക്കുക. ഈ തള വരുമ്പോൾ തിളച്ച് കഴിയുമ്പോഴത്തിന് ഓഫാക്കിയുടെ മൂടി വെച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഇലക്ക് നല്ലൊരു മായമാണ്, നല്ല രസമാണ്, നല്ലതുമാണ്. പിന്നെ വർഷത്തിലൊരിക്കലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ തിന്നണം. നമ്മൾ വെറും ഇറച്ചി മീൻ അങ്ങനത്തതൊക്കെ അല്ലേ കഴിക്കുക. അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നല്ലതാണ് കേട്ടോ അത് തിന്നണത്. കണ്ടോ, നിങ്ങൾക്ക് വീഡിയോ കണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാണ്ട് പറയണ്ട കേട്ടോ. കമൻറ്റ് ബോക്സിൽ എഴുതിയിടുകൊണ്ട്. അപ്പം കണ്ടോ തിളച്ച് പൊങ്ങി വരുമ്പോൾ ഓഫാക്കി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അവിടെ മൂടി വെച്ചാൽ മതി. നല്ലോണം മൂടൊന്നും വേണ്ട. ഞാൻ അപ്പം തന്നെ ചട്ടി മാറ്റിങ്ങാണ്ട് പിന്നെ ആ ചട്ടി തന്നെ മീൻ വെക്കാല്ലേ ഒരുക്കങ്ങൾ എടുത്തേക്കേനി കേട്ടോ. ഗ്യാസുമ്മ തന്നെ മീൻ വെക്കട്ടെ വിചാരിച്ചു കണ്ടേ. കണ്ടോ ഓഫാക്കിയുടെ വെച്ചിട്ടോ. പിന്നെ ഞാൻ മീൻ നമുക്ക് മത്തി മീൻ കിട്ടിയത്. ആ മത്തി നല്ല രസമുള്ള മത്തിയാണ്. അപ്പോൾ ആ മത്തി കഴുകിങ്ങാണ്ട് നന്നാക്കിങ്ങാണ്ട് ഞാൻ ആദ്യം കൊടുന്ന് വെച്ചിന് കേട്ടോ. പിന്നെ ഞാനത് കഴുകണതേ വീഡിയോ എടുത്തിട്ടുള്ളൂ, നന്നാക്കണമൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ മീൻ നന്നാക്കണമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ, വെക്കണതും അറിയാം. എങ്കിലും ഞാൻ വെക്കുന്ന രീതിയാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നല്ലോണം കഴുകിങ്ങാണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ശേഷം വെള്ളമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൊട്ടിക്ക് അത് ഊറ്റി വെച്ചിട്ടോ. ഊറ്റി മാറ്റി വെച്ചു. അങ്ങനെ പിന്നെ ഞാൻ ലേശം പുളി എടുത്തുങ്ങാണ്ട് വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിരുന്നു. പിന്നെ 2 തക്കാളി, ചെറിയ തക്കാളി ആയതുകൊണ്ടിട്ട് 2 എടുത്ത്, ഒന്നായാലും മതി, വലുതാണെങ്കിൽ 1 മതി. അങ്ങനെ ആ തക്കാളി നല്ലോണം കഴുകിയെടുത്തു. പിന്നെ അത് കട്ട് ചെയ്തുകൊണ്ട് അവിടെ മാറ്റി വെക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കരിവേപ്പിൻ്റെ ഇല ഞാൻ ആദ്യം തന്നെ പറിച്ചോളന്ന് വെച്ചിനി. പിന്നെ ഞാൻ താളിപ്പുണ്ടാക്കിയ ചട്ടി തന്നെ എടുത്തുകൊണ്ട് അതിൽ തന്നെ വെക്കട്ടെ അരച്ചുകൊണ്ട് എളുപ്പം മീൻ വെക്കുകയാണ് കേട്ടോ. തക്കാളി ഇല്ലായിരുന്നു, അത് നേരം വൈകിയ പിന്നെ കൊടുന്നിട്ടാണ് വെച്ചത്. അതാണ് പൊതുവെ ഓരോരുത്തർ ചോറിന് വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരൊന്നും ആരുമില്ല, ഞാനും ഹസ്ബൻഡിൻ്റെ തന്നെ വിളിച്ചത് ചോറിന്. അങ്ങനെ ഏതായാലും ചട്ടി തീമച്ചാണ്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ വാർന്നു. പിന്നെ ലേശവും ചൂടായി വന്നപ്പോൾ ഉലുവ പൊട്ടിച്ചു. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് 2 ആഴ്ചയോളം കേടുകൂടാതെ പുറത്ത് തന്നെ വെക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊണ്ട് ഒന്നിങ്ങോട്ട് മൂത്ത് വരണം കേട്ടോ. കണ്ടോ ഒന്നിങ്ങോട്ട് വഴന്ന് വരുമ്പം പിന്നെ ഞാനേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ടല്ലോ, അതാണ് സാധാരണ ഞാൻ തക്കാളി എല്ലാം ഇടല്, ആദ്യം പൊടിയാണ് ഇടല്. ഇന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടല്ലോ എല്ലാത്തിനും. അങ്ങനെ പിന്നെ ഞാൻ അതൊന്ന് ഇളക്കി. ഉടക്കാനും വേവാനും ഒന്നും നിന്നിട്ടില്ല കേട്ടോ. കണ്ടോ ഒന്നിങ്ങോട്ട് ഇളക്കിങ്ങാണ്ട് പിന്നെ ഞാൻ അതിക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 500 ഗ്രാം മത്തിയാണ് കേട്ടോ, 500. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ലേശം മുളക് പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഇളക്കി. മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. മല്ലിപ്പൊടി ഞാൻ സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല മീനിക്ക്, കറിക്ക്. അങ്ങനെ അത് ഇട്ടുങ്ങാണ്ട് ഒന്ന് നല്ലോണം ആ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുത്തു. തക്കാളിയൊക്കെ ഒന്ന് അവിടെ പറഞ്ഞാൽ അധികം ഉടച്ചിട്ടില്ല, എന്നാൽ ഇങ്ങനെ ചെറുതായി ഒന്ന് ഉടച്ചു. കണ്ടോ അത്ര ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പിഴിഞ്ഞ് മാറ്റിച്ചിനി ഒരു നാരങ്ങൻ്റെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞുകൊണ്ട്
മാറ്റിച്ചിന്. കുടംപുളി ഇനിയിട്ട് ഉപയോഗിക്കൽ. ഇപ്പോൾ കുടംപുളി കഴിഞ്ഞിരിക്കുന്നു കുറച്ചായിട്ട്. ഇപ്പം സാധാ ഈ പുളി തന്നെയാണ്, വാളംപുളി തന്നെയാണ് ഉപയോഗിക്കാറ്. അങ്ങനെ അത് പറന്നു കൊടുത്തു. പിന്നെ ഞാൻ ലേശം ഉപ്പിട്ട് കൊടുത്തു, അതിക്ക് ആവശ്യമില്ല ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില നമ്മൾ കൊടുന്ന് വെച്ചിന് ഇലയും ഇട്ട് കൊടുത്തു. പിന്നെ ഒന്ന് തിളച്ച് വരട്ടോ. ഇനി കണ്ടോ, നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഏകദേശം ഒരു 12:30 1 മണിയൊക്കെ ആകാനായിരിക്കുന്നു കേട്ടോ. മീൻകാരൻ വന്നപ്പോൾ തന്നെ നേരം വൈകിയിരുന്നു. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അതിൻ്റെ പിന്നെ ഇതുവാണെങ്കിൽ പറയുണ്ടി എങ്ങനെ ചെയ്യലെന്ന്, കേടുകൂടാതെ എങ്ങനെയാണ് ഫ്രിഡ്ജില്ലാതെ തന്നെ 2 ആഴ്ചയോളം പുറത്ത് വെക്കാം ഉള്ളത്. ഞാൻ മറ്റേ വീഡിയോയിൽ ഇട്ടീനി, അപ്പോൾ കണ്ടപ്പോൾ ഇക്കാരം. പിന്നെ ഞാനും കണ്ടോ മത്തി ഓരോന്നായി ഇട്ടു. തിളച്ച് വന്നപ്പോൾ മീൻകറി നല്ലോണം തിളക്കണം. അത് മീൻകറി അല്ല, കറി തിളക്കണം. പിന്നെയാണ് ഞാനേക്ക് മത്തി ഇട്ടത്. നല്ലോണം തിളച്ച് പൊരിക്കണമെന്ന് വിചാരിച്ചിനി. അപ്പം എനിക്ക് പൊരി വലിയ ഇഷ്ടമല്ല. അതിലേറെ ഇതും ഇങ്ങനെ വറ്റിക്കാനാണ് പൂതി. എന്നും പൊരിച്ചുമ്പോൾ പിന്നെ വറ്റിക്കാനാണല്ലോ പൂതി. അങ്ങനെ ഇതിൽ നിന്ന് ഓരോരുത്തരെടുത്ത് പൊരിച്ചല്ലേ തുടങ്ങുമല്ലോ. വലിയ മോനൊക്കെ പൊരിച്ച് കണ്ടേ തിന്നുള്ളൂ. ഈ വെച്ചിന്ന് എടുത്തുകൊണ്ട് 2 3 എടുത്താൽ അങ്ങനെ പൊരിക്കും. അങ്ങനെയാണ് ഓനൊക്കെ ചോറുന്നത്. ഞാൻ ഇന്ന് പൊരിക്കാനാവില്ല വിചാരിച്ച് കണ്ടേ. ഇങ്ങനെ വറ്റിച്ചാലും രസമാണല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. കായം മതി ചോറ് കഴിക്കാൻ, ചോറുന്നാൻ. പിന്നെ ഞാൻ താളിപ്പ് ഉണ്ടാക്കിയെന്നുള്ളൂ, മക്കൾക്ക് താളിപ്പ് വേണം, അപ്പോൾ താളിപ്പ് ഉണ്ടാക്കിയെന്നുള്ളൂ. അങ്ങനെ നല്ലോണം വേവാൻ വേണ്ടിക്കാണ്ട് അവിടെ മൂടി വെച്ചു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കി. കണ്ടോ, ഏകദേശം നല്ലോണം തിളച്ച് വന്നിട്ട്. അങ്ങനെ വീണ്ടും ഞാനൊന്ന് ചട്ടി എടുത്തുകൊണ്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും അവിടെ വെച്ചിട്ടോ. അടുപ്പത്ത് തന്നെ വെച്ചു. ഒന്ന് സിമ്മിലിട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വേവട്ടെ. മത്തിയാണെങ്കിലും ഞങ്ങൾക്ക് നല്ലോണം വേവണം കേട്ടോ. മീൻ ഒരു 5 6 തള തിളച്ച് പിന്നെ ഒന്ന് മൂടി വെച്ച് എന്നിട്ടൊക്കെ എടുക്കുള്ളൂ. പിന്നെ ഞാൻ ലാസ്റ്റ് കേട്ടോ, ഇനി ഇറക്കി വെക്കാൻ നേരത്താണ് കേട്ടോ. സീക്രട്ടാണ്. ഒരു ലേശം, എല്ലാത്തുക്കൊന്നും ഞാൻ ഉപയോഗിക്കലില്ല, ഇത്തിരി ഒരു പിഞ്ച് അറിയില്ലേ, അത്ര കണ്ടില്ല, സ്പൂണിൽ ലേശം തുമ്പത്ത് ലേശം ഗരം മസാലയാണ് കേട്ടോ. അതൊന്നിങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരൊറ്റ തള തിളച്ച് പിന്നെ ഒന്നിങ്ങോട്ട് ചുറ്റിച്ചെടുക്കണം കേട്ടോ. ആ ചട്ടി എല്ലായിടത്തും അതിൻ്റെ ഫ്ലേവറൊന്നും എത്താൻ വേണ്ടിങ്ങാണ്ട്. ഇതേ നമ്മൾ മത്തിയൊക്കെ നല്ലൊരു ഭയങ്കര ഒരു സ്മെല്ലല്ലേ കാര്യം, അത് കുറയാനും അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ എന്താട്ടി ഒന്ന് സ്പൂൺ എടുത്തുങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. ഇളക്കി പറഞ്ഞാൽ അങ്ങനെ ഉടച്ചിളക്കല്ല എങ്കിലും ഒന്നിങ്ങോട്ട് മറിച്ചു കൊടുത്തു. അങ്ങനെ ആ മറി കഴിഞ്ഞാൽ പിന്നെ ഞാനവിടെ മൂടി വെച്ചു. വേണ്ട ഗ്യാസ് ഓഫാക്കിട്ടോ. എന്താ ആ ഗ്യാസ് ഓഫാക്കിങ്ങാണ്ട് ഇനി ഞാൻ ആ മൂടി എടുത്തുങ്ങാണ്ട് അതിക്ക് ലേശം പച്ച വെളിച്ചെണ്ണ തെളിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ. മിക്കവാറും മീനിക്കും ഇതിക്കൊക്കെ ഞാനിങ്ങനെ പച്ച വെളിച്ചെണ്ണ തളിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. അത് എന്നിട്ട് നല്ലോണം മൂടി വെച്ചു. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞാരെയാണ് പിന്നെ എടുത്ത് മൂടി തുറക്കുമ്പോൾ തന്നെ ഒരു വാസന വരാൻ. പിന്നെ ഞാൻ എന്താ ഹസ്ബൻഡിന് ചോറ് കൊടുത്തു. ചോറ് തിന്നാണ് കേട്ടോ. പിന്നെ ഞങ്ങളും ചോറ് തിന്നു. പത്രമൊക്കെ തന്നെ